ഹായ്, നദാൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മുനമ്പം പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിലാണ്. നമ്മളിവിടെ വന്നതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ജേക്കബിൻ്റെ സ്വർഗരാജ്യങ്ങൾ എന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗുണ്ട്. നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ എങ്കിൽ നിനക്ക് ജീവിതത്തിലൊരു വെളിച്ചം കാണുമെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും, പ്രാർത്ഥന എന്നല്ല, നമ്മുടെ ഒരു അതിതീവ്രമായ ആഗ്രഹങ്ങളുടെ ഒരു സബലീകരണ ദിവസമാണിത്. ഇത് നദാൻകുട്ടൻ്റെ പ്രിയപ്പെട്ട ആശാമ്മയുടെ കല്യാണ ദിവസമാണ്. VBSൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്നാണ് നമ്മൾ കല്യാണത്തിന് വന്നത്. ഞായറാഴ്ച രാവിലെ നമ്മൾ ഫിബിനെയും കൂട്ടി കല്യാണത്തിന് വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വരണം വധുവൊക്കെ പള്ളിയിൽ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫുള്ളി ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ വെഡ്ഡിങ് സെറമണി ആയിരുന്നു. പലർക്കും ചോദ്യമുള്ളതുപോലെ ആശ എൻ്റെ ആരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഉള്ളൊരു എന്താ പറയുക, ഉത്തരവൊന്നും നമുക്കൊരൊറ്റ വാക്കിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ്. എൻ്റെ സുഹൃത്തെന്നല്ല, എനിക്ക് എൻ്റെ ക്രിസ്റ്റി മോളെ പോലെ എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് തന്നെയാണ് അവൾ. അവളുടെ വിവാഹം എന്താ പറയുക, അത്രയും നമ്മുടെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. ഇതിക്കൊപ്പം പൂക്കാനും തളർക്കാനും പാടാനും ഒക്കെ അനുഗ്രഹം ലഭിച്ച ഒരു പൂമരമായിട്ട് നമ്മുടെ ജന്മം മാറുന്നത് നമുക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാകുമ്പോഴാണ്. അത് എന്താ പറയുക, സ്വന്തം ചോരയിൽപ്പെടുന്ന മകൾ പൊട്ടിക്കരയുമ്പോൾ പോലും ഒരു പുരുഷനൊരിക്കലും ഒന്ന് കൊട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ അവരുടെ ഒരു കനിവിൻ്റെ ആർദ്രതയുടെ ഒരു സ്നേഹസ്പർശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സുഹൃത്തിൽ നിന്നാണ്. അങ്ങനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ കൂടുന്ന ഒരാളാണ് ഈ ആശമ്മ. അപ്പോൾ ആശമ്മയുടെ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ദൈവം അനുഗ്രഹിക്കപ്പെട്ട, അങ്ങനെയാണ് നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ്റെ വിവാഹാലോചന വരുന്നത്. അപ്പം ആലോചനയുടെ എൻഗേജ്മെൻ്റ് ഒക്കെ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആശയുടെ സഹോദരി സിസ്റ്ററാണ് ആതിര. അവൾക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്ക് ആ ഒരു വിവാഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പായമ്മയ്ക്ക് അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു അന്നത്തെ ദിവസം. ഞാനിവരെ ആരെ ഇത്രയും സന്തോഷത്തോടെ ഞാനിവരെ നേരിട്ട് മീറ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ്. പക്ഷേ എന്താ പറയുക, നമുക്കിവരെ എല്ലാം വളരെ ഫോൺ കോളുകളിലൂടെയൊക്കെ ഭയങ്കര പരിചയമായ ആൾക്കാരാണ്. അപ്പം ഈ ഒരു സെറമണിയൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും നിന്നുണ്ടായി എന്തിനാണ് എൻ്റെ കണ്ണ് നിറയുന്നത്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് നഷ്ടങ്ങളുടെ പുത്തമ്പാന പാടി നേരം വെളുപ്പിക്കാനൊന്നും നിൽക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തൊരു പെൺകുട്ടി എന്നത് എനിക്ക് അവളോട് ഭയങ്കര സ്നേഹവും ബഹുമാനമൊക്കെയാണ്. അവളെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നദാൻകുട്ടനെ എത്ര അന്നത്തെ ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച ഒരു ചടങ്ങിലും ഞങ്ങളെ വിടത്തില്ല. പക്ഷേ ആശമ്മയുടെ കല്യാണത്തിന് പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. അതൊരിക്കലും മിസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ആശമ്മയുടെ കല്യാണത്തിന് ഡേറ്റ് എടുത്തപ്പോൾ തന്നെ ചേട്ടായുടെ ടിക്കറ്റും നമ്മൾ ബുക്ക് ചെയ്തതും എല്ലാം റെഡിയാക്കിയതാണ്. പക്ഷേ ജസ്റ്റിൻ ചേട്ടൻ്റെ വീട്ടിൽ വേറൊരു വിവാഹ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ചേട്ടായിക്ക് അതിന് എത്താൻ സാധിക്കാതെ പോകുന്നത്. നമ്മൾ അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം റിസപ്ഷന് വന്നിട്ടും അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിലൊരു അംഗമാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. അളവുകളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ സത്യത്തിനും സ്വാതന്ത്ര്യത്തിനൊക്കെ ധാരാളം ഒത്തിരി സാമ്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അതെനിക്കറിയത്തില്ല, നമ്മൾ പറയില്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ നമുക്ക് അടുത്തവരെയും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അവരുമായിട്ട് കണക്റ്റ് ആകും. ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് കൂടാൻ സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്താ പറയുക, റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്, ഞാൻ കസ്റ്റമൈസ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അത് ശരിയല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ എൻഗേജ്മെൻറ്റ് സാരിയിലോട്ട് എത്തിയത്. അപ്പം അവളുടെ ജീവിതത്തിലുള്ള ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് സാധിച്ചിരുന്ന അവളുടെ എൻഗേജ്മെൻറ്റ് സാരിയാണ്. ഈ സാരി അത്രയ്ക്കും ഞങ്ങളെ ചൂസിയായിട്ട് ഭയങ്കര സെലക്ട് ചെയ്തിട്ട് എടുത്തൊരു സാരിയാണ്. അപ്പം ആ സമയത്ത് അന്നത്തെ VBSൻ്റെ തിരക്ക് കാരണം എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാൻ ഞങ്ങൾ വീഡിയോ കോളിലാണ് ഞങ്ങളത് കാണുകയും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. കല്യാണത്തിൻ്റെ തലേന്നാണല്ലോ ഒരുങ്ങുന്നതും എടുക്കുന്നതും എല്ലാം. ഞങ്ങൾ രാത്രിയിലൊരു 3 o'clock സംതിങ് തൊട്ട് ഞങ്ങൾ ഓൺലൈൻ വീഡിയോ കോളിൽ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം
അവർ നമ്മുടെ സന്തോഷത്തിൽ മാത്രം ഒപ്പം നിന്നവരല്ല, നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളിലൊക്കെ നമുക്ക് ചേർന്ന് നിന്നിട്ട്, ഇപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായാൽ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എടാന്ന് വിളിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ എടാ എന്ന് വിളിക്കുന്നതിന് ഒരു സെക്കൻഡ് ലാഗ് ഉണ്ടെങ്കിൽ എന്ത് പറ്റിയടാന്ന് തിരിച്ച് ചോദിക്കുന്ന ഒരു ആത്മാർത്ഥ ബന്ധം. അങ്ങനെ ആത്മാർത്ഥ ബന്ധം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ 100% നിങ്ങൾ ബ്ലെസ്ഡാണ്. വേറെ ഒരു വാക്കിന് ബ്ലെസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അധികമായിട്ട് ഒരു വാക്കും നിങ്ങളുടെ സൗഹൃദത്തെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അപ്പായും അമ്മയായിട്ടൊക്കെ സംസാരിച്ചു, അവരുമായിട്ട് ഒത്തിരി മൊമെൻറ്റ്സ് ഷെയർ ചെയ്തു, നമ്മൾ ഫോട്ടോ എടുക്കാൻ ചേട്ടായി അവിടെ ഇല്ലാത്ത ഭയങ്കര ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും ഒരു 100,000 വർഷം ജസ്റ്റിൻ ചേട്ടനും ആശമ്മയും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധികളും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ദൈവീശ്വരൻ നൽകട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ചേട്ടന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആതിരയുടെ സെർമണി ഉണ്ടായിരുന്നു, അതിന് പോയി. അപ്പോഴും നമ്മൾ എന്താ പറയുക, ഒന്നിച്ച് നിൽക്കാനും അടുത്ത് നിൽക്കാനൊക്കെ ദൈവം സഹായിച്ചു. ഒത്തിരി പേര് നോക്കുമ്പോൾ നിങ്ങൾ എന്തിനിങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഞങ്ങളിങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആശമ്മയുടെ ബർത്ത്ഡേയുടെ ദിവസമാണ്. വെരി സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ നിനക്ക് സമ്മാനിക്കുകയാണ് കേട്ടോ ആശമ്മേ. നദാങ്കുണ്ട പ്രിയപ്പെട്ട ആശമ്മയ്ക്കും 1000 ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിൻ ചേട്ടനും ആശമ്മയ്ക്കും വിവാഹോചിതത്തിലെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ബായ്.